الرحمن الرحيم وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين. 38ാമത്തെ സൂക്തത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നരകത്തിലേക്ക് ചെന്നു വീഴുന്ന ഓരോ സമൂഹങ്ങളുടെ അവസ്ഥയാണ്. ഓരോ തലമുറകളായിട്ട് നരകത്തിലേക്ക് ഇങ്ങനെ സമൂഹങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കും. അവരില് മനുഷ്യരും ഉണ്ടാകും, ജിന്നുകളും ഉണ്ടാവും. ആ സമയത്ത് മുൻഗാമികളായിട്ട് പ്രവേശിച്ച സമൂഹങ്ങളെ തൊട്ട് പിൻഗാമികളായിട്ട് പ്രവേശിക്കുന്ന സമൂഹങ്ങൾ ശപിച്ചുകൊണ്ടിരിക്കും. ലഅനത് ഉഖ്തഹ കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹ എന്നാണ് 38 പരാമർശം. അപ്പോൾ ഒരു സമൂഹം നരകത്തിലേക്ക് പതിക്കുമ്പോൾ അവർ അവരുടെ തൊട്ട് മുമ്പുള്ള സമൂഹത്തെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ്. എന്നിട്ട് അവരിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കും, വിലപിച്ചു കൊണ്ടിരിക്കും. റബ്ബന ഹഉലാഇ അദല്ലൂന, ഞങ്ങളുടെ നാഥ ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് എന്ന് വിളിച്ചു പറയും. ഫആതിഹിം അദാബൻ ദിഅഫൻ മിനൻ നാർ, അതിനാൽ ഞങ്ങളെ പിഴപ്പിച്ച ഞങ്ങളുടെ മുൻഗാമികളായ സമൂഹത്തിന് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയും. ആരൊക്കെ ഉണ്ടാവും അവരില്? ആ മുൻഗാമികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കൾ ഉണ്ടാകും, സ്വന്തം നേതാക്കന്മാരുണ്ടാകും, ബന്ധുമിത്രാദികൾ ഉണ്ടാകും, ഇങ്ങനെ സകലരുണ്ടാവും. അവരെന്താ ചെയ്തത്? ഈ മുൻഗാമികൾ പിൻഗാമികളെ തിന്മയിലേക്ക് വഴി നടത്തി. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി എന്താണ്? ലികുല്ലിൻ ദിഅഫ്, എല്ലാവർക്കും ഇരട്ടി ശിക്ഷ ഉണ്ടാവും എന്നാണ്. സ്വയം പിഴച്ചവർക്കും മറ്റുള്ളവരെ പിഴപ്പിച്ചവർക്കും ശിക്ഷയുണ്ടാകും എന്നാണ്. 39ാമത്തെ സൂക്തത്തില് ഇങ്ങനെ മുൻഗാമികളെ കുറിച്ച് പിൻഗാമികൾ ശപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുൻഗാമികൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുക? എല്ലാവരും കേട്ടുകൊണ്ടിരിക്കായിരിക്കും ആ സമയത്ത്, അല്ലേ? പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങൾ ശബ്ദത്തിൽ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നരകത്തിൽ എത്തിച്ചേർന്ന ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ മുൻഗാമികളായിട്ട് നേരത്തെ നരകത്തിൽ എത്തിയ ആൾക്കാർ, അവരെയാണല്ലോ പിൻഗാമികൾ ശപിക്കുന്നത്, പിന്നാലെ ചെന്നവർ ശപിക്കുന്നത്. അപ്പൊ ഈ മുൻഗാമികളായ നരകവാസികൾ പിൻഗാമികളോട് എന്താ പറയാം? പിന്നാലെ ചെല്ലുന്നവരോട് വഖാലത്ത് ഊലാഹും ലി ഉഖ്റാഹും, വഖാലത്ത് ആ സമയത്ത് പറയും, ഊലാഹും അവരുടെ മുൻഗാമികൾ, ലി ഉഖ്റാഹും പിൻഗാമികളോട് പറയും. അവൽ ആദ്യം, ആഖിർ അവസാനം എന്നാണ്. അവലിൽ നിന്നാണ് ഊല എന്നുള്ള പ്രയോഗം ഉണ്ടാവുന്നത്. അത് അതിൻ്റെ സ്ത്രീലിംഗ പദപ്രയോഗം കൂടിയാണ്. ഊലാഹും മുൻഗാമികളായിട്ട് നേരത്തെ നരകത്തിലെത്തിയ ആൾക്കാര്, ലി ഉഖ്റാഹും അവരുടെ പിന്നാലെ വന്ന ശേഷക്കാരായ ആളുകളോട് പറയും. ഫമാ കാന ലക്കും അലൈനാ മിൻ ഫദ്ൽ, ഫമാ കാന ഉണ്ടായിരുന്നില്ലല്ലോ, ലക്കും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അലൈന
ഞങ്ങൾക്കുമേൽ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മിൻ ഫളിൽ ഒരു ശ്രേഷ്ഠതയുമില്ല. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ നരകം സ്വയം ഉറപ്പുവരുത്തിയതാണ്. അല്ലാതെ ഞങ്ങളാരും നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയോ തള്ളിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതാണ് ഫമാ ഖാന ലക്കും അലൈനാ മിൻ ഫളിൽ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, അഥവാ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. ഫദൂഖുൽ അദാബ്, അതിനാൽ ദുഖ് ആസ്വദിച്ചോളൂ, അനുഭവിച്ചോളൂ, രുചിച്ചോളൂ. ദാഖ യദൂഖു, രുചിച്ചു എന്നാണ് ശരിയായ അർത്ഥം. ദൂഖു, നിങ്ങൾ രുചിച്ചോളൂ, അൽ അദാബ്, ശിക്ഷ, ബിമാ കുന്തും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ചതായ നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിച്ചോളും. ഇങ്ങനെ മുൻഗാമികള് പിൻഗാമികളോട് പറയുമത്രേ. അത് വല്ലാത്തൊരു സന്ദർഭമാണ് അല്ലെ. സൂറത്തുൽ ബഖറയില് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ് ഫതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. പിൻപറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും പുരോഹിതന്മാരും അങ്ങനെ പരലോകത്ത് ഞങ്ങൾ ഉണ്ടാകും ശുപാർശകരായിട്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച ആളുകളുണ്ടല്ലോ, അവര് പിൻപറ്റിയ ആളുകളിൽ നിന്ന് അഥവാ ഭക്തജനങ്ങളിൽ നിന്ന് പിന്മാറിക്കളയും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഫതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിലെ ബന്ധങ്ങൾക്ക് ഉള്ള നിമിത്തങ്ങളെല്ലാം മുറിഞ്ഞു പോകും എന്ന് സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുണ്ട്. അതിന് മറ്റൊരു ശൈലി തന്നെയാണ് ഇവിടെ. പരസ്പരം പഴിചാരുകയാണ് ഇവര് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇവര് പറയുന്നതിന്റെ ഉദ്ദേശം? പുരോഹിതന്മാരും നേതാക്കന്മാരും ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് മുൻപേ മരിച്ച് കടന്നുപോയ ആൾക്കാരാണ്. അവരെ കുറിച്ച് ഇവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരേറ്റവും നല്ല വഴിയിൽ സഞ്ചരിച്ചവരാണ്, ആ മുൻഗാമികളുടെ പാതയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു സമൂഹത്തിന് വ്യതിചലനം സംഭവിക്കുമ്പോൾ, അന്ധവിശ്വാസ അനാചാരങ്ങളിൽ ചെന്നപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ തിരുത്താൻ പോയാൽ അവരെന്താ പറയാന്നറിയോ? അപ്പൊ ഞങ്ങളുടെ കാരണവന്മാര്, കാരണവന്മാരൊക്കെ നരകത്തിലാണോ? ഞങ്ങളുടെ മുൻഗാമികളൊക്കെ നരകത്തിലാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവര് പോകുന്ന നരകത്തിൽ പോകാൻ ഞങ്ങളും റെഡിയാണ്. ഇങ്ങനെയാണ് അവർ പറയാം. അതൊരു വാശിക്ക് വേണ്ടിയിട്ട് പറയുന്ന വാക്കാണത്. ഞങ്ങളുടെ മുൻഗാമികൾ ഏറ്റവും വിശുദ്ധരാണ്. അൽഹംദുലില്ലാ, അവരിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, യാതൊരു സംശയമില്ല. അതിനെ പിന്തുടരുകയാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളത്. പക്ഷേ പിന്തുടരുന്നത് ഒരുപക്ഷെ അവരിലൂടെ മുൻഗാമികൾ കാണിച്ചു കൊടുത്ത തെറ്റായ മാതൃകയാണെങ്കിലോ, ശിർക്കിലും ബിദ്അത്തിലും ഒക്കെ ചെന്നപ്പെടുന്ന അവസ്ഥയില്, വഴികേടുകളിൽ വിശ്വാസ വൈകല്യങ്ങളും അതുപോലെ തന്നെ ദുരാചാരങ്ങളിലുമാണ് ചെന്നുപെടുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ, ആരാ രക്ഷപ്പെടുത്താനുണ്ടാകുക? അപ്പൊ മുൻഗാമികൾ രക്ഷപ്പെടുത്തുമെന്ന് കരുതിയതാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ മുൻഗാമികളാണ് ഈ പറയുന്നത്. ആ മുൻഗാമികളെ ഇവര് പിൻഗാമികളായിട്ട് ചെന്ന ആൾക്കാർ ശപിച്ചു പറഞ്ഞു, ഇവരാണ് ഞങ്ങളെ ഈ കോലത്തിലാക്കിയത്, അതുകൊണ്ട് പടച്ചവനെ ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. അപ്പൊ മുൻഗാമികൾ തിരിച്ചിങ്ങോട്ട് പറയാണ്, അങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ്? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയെ പണയപ്പെടുത്തി, അതല്ലേ ചെയ്തത്? നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് നിങ്ങളെ വഴിതെറ്റിച്ചത്, ഞങ്ങൾ വഴികേടിലാണെങ്കിൽ നിങ്ങൾ എന്തിന് ഞങ്ങളുടെ പിന്നാലെ വന്നു എന്നാണ് ഇവർ തിരിച്ചു ചോദിക്കുക. ഞങ്ങൾ നിങ്ങളെ വിലക്കെടുക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങൾ എന്തിന് നിങ്ങളെ ഞങ്ങൾക്ക് വിൽപ്പന നടത്തി? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? ചിന്തിക്കാമായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തിയിട്ട് ഇവിടെ വെച്ചാണോ നിങ്ങൾ ഞങ്ങളെ ശപിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന നിലയ്ക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പെട്ടുപോകാൻ കാരണം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രണ്ട് അടിസ്ഥാനങ്ങൾ വിട്ടേച്ച് തന്നിട്ടുണ്ട്. അതിലൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് തിരുസുന്നത്താണ്. അതിനാൽ സമൂഹത്തിൽ എന്ത് നടക്കുമ്പോഴും നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയിട്ട് ആലോചിച്ച് നോക്കണം, ഞാൻ ശരിയായ വഴിയിലാണോ അല്ലേ? ഈ സമൂഹം
പണ്ഡിത വിഭാഗമാകാം, പുരോഹിതന്മാരാകാം, നേതാക്കന്മാരാകാം. നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ? ഈ ആലോചന ഉണ്ടാവണം. അല്ലാതെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. എൻ്റെ വാപ്പ നരകത്തിലാണെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചൂടായി ബഹളം വെച്ച് അതുകൊണ്ട് എന്താ കാര്യം? സ്വന്തം പരലോകമാണ് നഷ്ടപ്പെടാം. വാപ്പാക്ക് വഴികേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾ തിരിച്ചറിയണം. എന്നിട്ട് ആ വാപ്പാക്ക് സംഭവിച്ച വഴികേടിൽ നിന്ന് മക്കൾ മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതല്ലേ ശരി? അതാണ് ശരി. അല്ലാതെ ഞങ്ങളുടെ തറവാട്ടിൽ കാലങ്ങളായിട്ട് ഇങ്ങനൊരു ശീലമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നാളെ പരലോകത്തെത്തുമ്പോഴില്ലേ ഈ ആൾക്കൂട്ടങ്ങളൊന്നും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മെ സഹായിക്കാനായി, നമുക്ക് പരലോകത്ത് ശുപാർശ നൽകാനായിട്ട് കൂടെ ഉണ്ടാവുകയില്ല. ആ വളരെ ഗുരുതരമായ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തെ കുറിച്ചാണ് ഇങ്ങനെ അള്ളാഹു പറയുന്നത്. അപ്പോ വഖാലത്ത് ഊലാഹും ലി ഉഖ്റാഹും, അവരിലെ മുൻഗാമികൾ പിൻഗാമികളോട് പറയാണ്, ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളൽ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? ഒരു ശ്രേഷ്ഠതയുമില്ല. ഫദൂഖുൽ അദാബ്, അതുകൊണ്ട് നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിച്ചോളണം. ഇരട്ടി ശിക്ഷ നിങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഉദ്ദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അഥവാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയും നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയും ഞങ്ങൾ അനുഭവിക്കണമെന്നല്ലേ? അത് നടപ്പുള്ള കാര്യമില്ല. നിങ്ങളുടെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കണം. ബിമാ കുന്തും തക്സിബൂൻ, അത് നിങ്ങളായിട്ട് സമ്പാദിച്ചു കൂട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് മുൻഗാമികൾ എന്ത് ചെയ്യും? കൈയൊഴിഞ്ഞു കളയും. പിൻഗാമികൾ കൈയൊഴിയും. നമ്മുടെ സമുദായത്തിലൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള വ്യാമോഹങ്ങളിൽ അകപ്പെടുത്തിയിരിക്കുക മനുഷ്യരെ. മഹാന്മാരുടെ ശുപാർശ ഉണ്ടാവും, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് പുരോഹിതന്മാർ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സാധാരണക്കാർ അതിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത ആയത്തില് കുറച്ചുകൂടി കടുപ്പിച്ച് പറയാൻ, ഇങ്ങനെ സത്യത്തെ തള്ളിപ്പറഞ്ഞ് അഹങ്കാരപൂർവം ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് 40-ാമത്തെ സൂക്തത്തിൽ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇന്നല്ലദീന കദ്ദബൂ ബി ആയാത്തിന, ഇന്ന നിശ്ചയം, അല്ലദീന കദ്ദബു കളവാക്കിയവർ, തള്ളിപ്പറഞ്ഞവർ, ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞവരുണ്ടല്ലോ, വസ്തക്ബറു അൻഹ, മാത്രമല്ല അവര് അതിനോട് അഹങ്കാര നിലപാട് സ്വീകരിച്ചു, അതിനെ അവഗണിച്ച് അഹങ്കാരപൂർവ്വം പ്രവർത്തിച്ചു, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ അവഗണിച്ചു കളഞ്ഞു, അഹങ്കരിച്ചു. അങ്ങനെയുള്ളവര് ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമ, ഫതഹ യഫ്തഹു, തുറന്നു എന്നാണ്. ഫത്തഹ യുഫത്തിഹു എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ഒരാള് ശക്തി ഉപയോഗിച്ച് തുറക്കുക എന്നുള്ള അർത്ഥമാണ്. ഫത്തഹ യുഫത്തിഹു, ഫുത്തിഹ യുഫത്തഹു, തുറക്കപ്പെടും. ലാ തുഫത്തഹു, തുറക്കപ്പെടുന്നതല്ല, ലഹും അവർക്ക് വേണ്ടിയിട്ട്, അബ്വാബുസ്സമ, ആകാശ കവാടങ്ങൾ. ബാബ് വാതിൽ, അതിന്റെ ബഹുവചനാണ് അബ്വാബ്. അബ്വാബുസ്സമ, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടില്ല. വലാ യദ്ഖുലൂൻ, അവർ പ്രവേശിക്കുകയുമില്ല. ദഖല യദ്ഖുലു, പ്രവേശിച്ചു. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഹത്ത, വരെ. ഹത്ത യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്. വലജ യലിജു എന്ന വാക്കിന് എന്താണ് അർത്ഥം? പ്രവേശിച്ചു എന്നാണ് അർത്ഥം. ഹത്ത യലിജ, അത് ശരിക്കും അത് ഒരു നൂണ്ട് കടന്നു പോവുക എന്ന് പറയില്ലേ, ഇങ്ങനെ ഏന്തി വലിഞ്ഞ് പ്രയാസപ്പെട്ട് ഒരു ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കും പോലെ കടന്നു പോകുന്നതിനാണ് വലജ യലിജു ഉപയോഗിക്കാം. ഹത്ത യലിജ, അങ്ങനെ നൂണ്ട് കടക്കുന്നത് വരെ. അൽ ജമൽ, ഒരു ഒട്ടകം. ഫി സമ്മ, സമ്മ തുള അല്ലെങ്കിൽ കുഴ എന്നൊക്കെയാണ് അർത്ഥം. ഫി സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ തുളയിൽ ഒരു ഒട്ടകം പ്രവേശിക്കുന്നത് വരെ
ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ്. വകദാലിക നജ്സിൽ മുജ്രിമീൻ, വകദാലിക അപ്രകാരം നജ്സി ജസാ യജ്സി പ്രതിഫലം നൽകി, നജ്സി നാം പ്രതിഫലം നൽകുന്നു, അൽ മുജ്രിമീൻ കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുന്നു. അല്ലാഹു തആല ഇത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഖണ്ഡിതമായിട്ട് പറയാണ് ഈ സൂക്തത്തിൽ. ഇന്നല്ലദീന കദ്ദബൂ ബി ആയാതിനാ വസ്തക്ബറു അൻഹാ. ഈ സൂക്തങ്ങളെ, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ തള്ളിപ്പറയുകയും അതിനോട് അഹങ്കാരപൂർണമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തവർ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടില്ല. എന്താ അങ്ങനെ പറഞ്ഞാല്? അവർക്ക് അള്ളാഹുവിങ്കലേക്ക് ഉയരാൻ കഴിയില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരമുണ്ടാകില്ല എന്നാണ്. അതിൻ്റെ ഒരു വ്യാഖ്യാനം, അവര് മരണപ്പെടുമ്പോൾ അവരുടെ റൂഹിനെ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നാണ് ഒരാശയം. പിന്നെ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, നഫ്സ് ത്വയ്യിബയാണെങ്കിൽ അത് അള്ളാഹുവിങ്കിലേക്ക് ഉയരും, നഫ്സ് ഖബീസ ദുഷിച്ച നഫ്സ് ആണെങ്കിൽ, ആത്മാവാണെങ്കിൽ അതിന് മുകളിലോട്ട് ഉയരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും എന്നാണ്. അതിനാൽ അള്ളാഹുവിന്റെ അനുഗ്രഹ കവാടങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെടില്ല എന്നാണ് അവിടെ ഉദ്ദേശം. അതൊരു ആലങ്കാരിക ശൈലിയാണത്. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശഭൂമികൾ അവർക്ക് വേണ്ടിയിട്ട് കണ്ണുനീർ പൊഴിച്ചില്ല എന്നൊരു പ്രയോഗമുണ്ട് ഫിർഔൻ സമൂഹം മുങ്ങി മരിച്ചതിനെ കുറിച്ച്. ആകാശഭൂമികൾ ഒരിറ്റു കണ്ണുനീർ പൊഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഒന്നടങ്കം അവരെ തള്ളിപ്പറഞ്ഞു, അവർക്ക് വേണ്ടി ദുഃഖിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ ശൈലിയിൽ ഇവിടെ ആകാശകവാടം തുറക്കപ്പെടില്ല എന്ന് പറഞ്ഞില്ല, ആ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ. അതില് പരലോകത്ത് ഖിയാമത്തിന്റെ വേളയില് പരലോക കവാടങ്ങൾ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള പരാമർശമുണ്ടല്ലോ. വഫുത്തിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ, ആകാശം വാതിലുകളാകും, ആകാശം തുറക്കപ്പെടും, അങ്ങനെ അത് വാതിലുകളായിട്ട് മാറും എന്നൊരു പരാമർശമുണ്ട്. അപ്പൊ അതൊക്കെ ദൈവികമായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ദൈവിക അനുഗ്രഹങ്ങളും ലഭിക്കാൻ അർഹതയില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. മറ്റൊരു കാര്യം ചേർത്ത് പറയാണ്, വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിക്കുഴയിലൂടെ, സൂചിയുടെ ആ ദ്വാരമുണ്ടല്ലോ അതാണ് ഉദ്ദേശം, അതിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. ഈ ശൈലിയിലുള്ള പ്രയോഗം ബൈബിളിലും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സവിശേഷമായ ഒരു പ്രയോഗമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പറയുന്നതായിട്ട് ബൈബിളിലുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ധനികന് ദുഷ്കരമാണ്, ധനികന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രയാസമാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിലാണ് ആ പരാമർശമുള്ളത്. ഇതേ ആശയം തന്നെയാണ് ബൈബിളിലും വന്നിരിക്കുന്നത് എന്ന് കാണാം. അപ്പൊ അതിന് ചിലര് വേറെ ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഒട്ടകം എങ്ങനെ സൂചിക്കുഴയിലൂടെ പ്രവേശിക്കാം? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? ഇല്ലല്ലോ. സൂചിയുടെ ദ്വാരം വളരെ ചെറുതാണ്. അപ്പൊ അതിലെ വലിയ ഒട്ടകം എന്ന് പറഞ്ഞാൽ വലിയൊരു മൃഗമാണ്, അതെങ്ങനെ പ്രവേശിക്കും? അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്. അപ്പൊ ശരിക്കും അസാധ്യമായൊരു കാര്യം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? വേറെ ഉദ്ദേശമൊന്നും അതിലില്ല. അപ്പൊ ചിലരതിനെ വേറൊരു നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. ജമൽ എന്ന വാക്കിന് ഈ കയറുണ്ടല്ലോ, വടം എന്ന് പറയില്ലേ, ആനയെ തളക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ വടങ്ങള്, ഇപ്പോൾ കപ്പലിലും അതുപോലെ ബോട്ടിലൊക്കെ അതിനെ കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വലിയ വണ്ണമുള്ള കമ്പവലിക്കൊക്കെ ഉപയോഗിക്കുന്ന മാതിരി കയറുണ്ട്. അത്തരം കയറിനും ജമൽ എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പൊ അതിനാൽ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് എന്ന് പറഞ്ഞാൽ സൂചിക്കുഴയിലൂടെ ഇത്തരത്തിലുള്ള കമ്പക്കയറ്, നല്ല വണ്ണമുള്ള വടങ്ങൾ പ്രവേശിക്കുന്നത് വരെ എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അത് കുറച്ചുകൂടി യുക്തിപരമായൊരു വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ നേർക്ക് നേരെ പറയുമ്പോൾ
ഇത്രയും വലിയ ഒരു ഒട്ടകം എപ്പോഴാണോ സൂചിക്കുഴയിൽ പ്രവേശിക്കുന്നത് അപ്പോഴേ ഇവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗപ്രവേശം അസാധ്യമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് ഉദ്ദേശം. വകദാലിക നജ്സിൽ മുജ്രിമീൻ, ഇപ്രകാരം കുറ്റവാളികൾക്ക് നാം പ്രതിഫലം നൽകുന്നു എന്ന് അള്ളാഹു ചേർത്ത് പറയാണ്. എന്നിട്ടോ അവർക്ക് നരകത്തില് അള്ളാഹു താല ഒരുക്കി വെച്ച സംവിധാനങ്ങളെ കുറിച്ചാണ് 41 സൂക്തം. ലഹും മിൻ ജഹന്നമ മിഹാദുൻ വമിൻ ഫൗഖിഹിം ഗവാശ് വകദാലിക നജ്സിൽ ളാലിമീൻ. ലഹും അവർക്കുണ്ട്, മിൻ ജഹന്നം നരകത്തീ കൊണ്ടുള്ള മിഹാദ് മെത്തകൾ, വിരിപ്പുകൾ ഉണ്ടാകും. മഹദ് ബഹുവചനമാണ്, മിഹാദ്. ലഹും മിൻ ജഹന്നമ മിഹാദ്, നരകത്തിൽ വിരിപ്പുണ്ട് എന്നല്ല, നരകത്തിന്റെ തീ കൊണ്ടുള്ള വിരിപ്പ് അവർക്ക് ഉണ്ടാകും. വമിൻ ഫൗഖിഹിം, അവർക്ക് മുകളിലോ, ഗവാഷ്, ഗശിയ മൂടുക എന്നാണല്ലോ അർത്ഥം. അപ്പോ ഗവാഷ് എന്ന് പറഞ്ഞാൽ മൂടികൾ അല്ലെങ്കിൽ പുതപ്പുകൾ. മുകളില് തീ കൊണ്ടുള്ള പുതപ്പുകള് അവർക്ക് മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു വിധത്തിലും അതിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തില്, അല്ലെ, ഓർക്കുമ്പോ തന്നെ ശ്വാസം മുട്ടിപ്പോവും. ഇങ്ങനെ കത്തിയാളുന്ന നരകത്തിൽ ഇങ്ങനെ ജീവനോടെ കിടക്കുകയാണ്, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വെപ്രാളപ്പെട്ട് കുതറിച്ചാടി രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തലയ്ക്ക് മുകളില് ഒരു മൂടി വെച്ചിട്ടുണ്ടാകും എന്നാ പറയുന്നത്. കദാലിക നജ്സിൽ ളാലിമീൻ, ഇவ்விധമാണ് നാം അക്രമകാരികൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇന്നഹ അലൈഹിം മുഅ്സദ എന്ന് പ്രയോഗമുണ്ടല്ലോ, അടച്ചു മൂടപ്പെട്ടിരിക്കും നരകം, ഒരു വിധത്തിലും കുതറിച്ചാടാൻ കഴിയാത്ത വിധത്തിൽ. അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ നരകത്തിന്റെ വിരിപ്പ്, മിഹാദ് എന്ന വാക്ക്, അലം നജഅലിൽ അർള മിഹാദ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഭൂമിയെ നാം നിങ്ങൾക്ക് വിരിപ്പാക്കിയില്ലേ, വാസയോഗ്യമാക്കിയില്ലേ. അവിടെ മെത്തയാണ് ഉദ്ദേശം. അതേ വാക്കാണ് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. എന്തുകൊണ്ടായിരിക്കും? ഈ ആൾക്കാർ ശരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് നരകത്തിൽ എത്തേണ്ടിയിരുന്നു എന്ന നിലയ്ക്ക് പരിശ്രമിച്ചവരാണ്. അപ്പൊ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നരകത്തില് ബെഡൊക്കെ ഇട്ട് റെഡിയായിരിക്കുന്നു എന്നുള്ള ഒരു ശൈലിയിലാണ് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത്. അവർക്ക് മുകളില് ഇങ്ങനെ ഒരു പന്തല് പോലെ, പുതപ്പ് പോലെ, മൂടി പോലെ ഒരു സംവിധാനം ഉണ്ടാവും. അത് നരകത്തിന്റെ ചൂടിന് ആശ്വാസം കിട്ടാനല്ല, മറിച്ച് ആ ചൂട് പുറത്തു പോകാതെ അതിനകത്ത് തന്നെ അവർ കിടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. വകദാലിക നജ്സിൽ ളാലിമീൻ, അക്രമികൾക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുന്നു. അവിടെ അക്രമം എന്ന് പറഞ്ഞാൽ വിശ്വാസ വൈകല്യമാണ് അതിൽ പ്രധാനം. ഷിർക്കിനെയാണല്ലോ ഖുർആൻ ളുൽമ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. ആ നിലയില് വളരെ ഗുരുതരമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകും. ഇനി അള്ളാഹു താല നേരെ മറിച്ച് സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലം പറയാണ്. ഖുർആനിന്റെ ശൈലി അങ്ങനെയാണല്ലോ, താക്കീത് കഴിഞ്ഞാൽ സന്തോഷ വാർത്തകൾ ഉണ്ടാവും. കൊടും വേനലിന് ശേഷമുള്ള പുതുമഴ വർഷിക്കും പോലെ മനസ്സിന് വല്ലാതെ കുളിര് കോരിയിടുന്ന അനുഭവമാണത്. നരകം പറഞ്ഞ് സ്വർഗം പറയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്, അല്ലെ? 42 ആയത്തില് അള്ളാഹു താല സ്വർഗം പറയാണ്, വല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാതി ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന ആമനു, മറുവശത്ത് വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. അവിടെ ഉദ്ദേശിക്കുന്നത് വേദപ്രമാണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ച സൽക്കർമ്മങ്ങൾ ആചരിച്ചവർ എന്നാണ്. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്നിട്ട് അള്ളാഹു അവിടെ ഒരു കാര്യം ചേർത്ത് പറയാണ്, ലാ നുകല്ലിഫു, കല്ലഫ യുകല്ലിഫു, ചുമത്തി നിർബന്ധിച്ചു,
ലാ നുകല്ലിഫു നാം നിർബന്ധിക്കുകയില്ല, ചുമത്തുകയില്ല, കൽപ്പിക്കുകയില്ല, നഫ്സൻ ഒരു ആത്മാവിനെയും, ഇല്ല അല്ലാതെ, വുസ്അഹ അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ, കഴിവിൽ കവിഞ്ഞ രൂപത്തിൽ ഒരാളെയും നാം ഒരു കാര്യത്തിന് നിർബന്ധിക്കുകയില്ല എന്ന് അല്ലാഹു ചേർത്ത് പറയാൻ. ഉലായിക്ക അങ്ങനെ വിശ്വാസവും കർമ്മവും നന്മയുടെ മാർഗത്തിൽ സമർപ്പിച്ചവരുണ്ടല്ലോ, അവര് അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗക്കാര്. ഹും ഫീഹ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരായിരിക്കും. ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ചുള്ള സുവാർത്ത നൽകുകയാണ് അള്ളാഹു. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു നഫ്സിനെയും അതിൻ്റെ കഴിവിൽപ്പെടാത്തതിന് നാം നിർബന്ധിക്കുന്നില്ല. എന്താ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം? സാധാരണഗതിയിൽ അങ്ങനെ കരുതുന്നവരുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വല്ലാത്ത മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന, വലിഞ്ഞു മുറുകിയ, വല്ലാത്തൊരു ദുഷ്കരമായ നിയമങ്ങളടങ്ങിയ ഒരു ബന്ധനമാണ്, തടവറയാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. നമ്മുടെ മക്കളോട് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാകൂ, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല അങ്ങനെ വല്ല നിയമവും മനുഷ്യന്മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ അല്ലാഹു ആർക്കും നൽകുള്ളൂ. അത് ഏത് കാര്യമായാലും. ഇപ്പൊ നമ്മളൊരു പരീക്ഷണത്തിൽ അകപ്പെടുകയാണ്, അപ്പൊ ആ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള ആൾക്കെ അല്ലാഹു പരീക്ഷണം നൽകും. ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങളെ അല്ലാഹു കൊടുക്കുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷെ അത് തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ ഒളിച്ചോടി ആത്മഹത്യയിലൊക്കെ അഭയം തേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ ആശയം അല്ലാഹു സൂറ അൽ ബഖറ അവസാന സൂക്തത്തിൽ പറയുന്നുണ്ടല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. അപ്പൊ അതിനാൽ അള്ളാഹുവിന്റെ ദീൻ വളരെ ലളിതാണ്. പക്ഷെ മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടണം. ഒരാളുടെ മനസ്സിൽ കാലത്ത് എഴുന്നേൽക്കൽ വല്ലാത്ത പ്രയാസമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അയാൾക്ക് അതിലും വലിയൊരു ബുദ്ധിമുട്ട് വേറെ ഉണ്ടാവില്ല. പക്ഷേ കാലത്ത് എഴുന്നേൽക്കുന്നു, നല്ല ഫ്രഷ് മൂഡിൽ എഴുന്നേറ്റ് ആ ശാന്തമായ അന്തരീക്ഷത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നു, എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലേ? അത് അനുഭവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ആസ്വാദനമായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിലോ വല്ലാത്ത പ്രയാസമായിട്ടായിരിക്കും തോന്നുക. അപ്പൊ ഇവിടെ അല്ലാഹു സത്യവിശ്വാസത്തെയും സൽക്കർമ്മത്തെയും കുറിച്ച് പറയുമ്പോൾ അതോട് ചേർത്ത് പറയാണ്, ഇതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല കേട്ടോ, മറിച്ച് സ്വർഗം വാങ്ങിത്തരാനാണ്. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരത്രേ സ്വർഗക്കാർ. ഹും ഫീഹ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരാണ് എന്ന് ചേർത്ത് പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി, ആ സ്വർഗലോകത്തെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് സവിശേഷമായ 1-2 കാര്യങ്ങൾ അല്ലാഹു എടുത്തു പറയാണ്. അതിലൊന്ന്, ആ സ്വർഗപ്രവേശം നേടുന്ന സൗഭാഗ്യവാന്മാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നതാണ്. മറ്റൊന്ന് അവരുടെ പ്രാർത്ഥനയാണ്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുന്ന ഒരു വിളംബരമാണ് 43-ാമത്തെ ആയത്ത്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. നസഅ എന്ന് പറഞ്ഞാൽ വലിച്ചു ഊരിയെടുക്കുക എന്നാണ് അർത്ഥം. വന്നാസിആത്തി ഗർഖ, അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ, നാസിആത്ത് എന്ന് പറഞ്ഞാൽ വലിച്ചൂരിയെടുക്കുന്നവ. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന മലക്കുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വനസഅന, ഇവിടെ മറ്റൊരു കാര്യം, നാം വലിച്ച് ഊരിയെടുത്ത് കളയും. മ എന്തോ അത്, ഫീ സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, അവരുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനെ നാം വലിച്ചൂരിയെടുക്കും. എന്താണ് ഹൃദയത്തിലുള്ളത്? മിൻ ഗില്ലിൻ, ഗില്ല് പക, വിദ്വേഷം എന്നാണ് വാക്കിന്റെ അർത്ഥം. വല്ല പകയും ആരോടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, വല്ല വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വലിച്ചൂരിയെടുത്ത് കളയും. എന്നിട്ടോ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവർക്ക് താഴെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ വളരെ സ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് അവരവിടെ കഴിച്ചുകൂട്ടും. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കും. അവരിങ്ങനെ ഹംദ് ചൊല്ലും അള്ളാഹുവോട്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി. അല്ലദീ, ആരാണവൻ, ഹദാന, ഞങ്ങളെ വഴി നടത്തിയവനാണ്, ലിഹാദ, ഇതിലേക്ക്. ഏതിലേക്ക്? ഈ അനുഗ്രഹത്തിലേക്ക്, ഈ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗത്തിന്റെ വഴിയിലേക്ക്. വമാ കുന്ന, ഞങ്ങൾ ആയിരുന്നില്ല, വമാ കുന്ന, ഞങ്ങൾ കഴിവുള്ളവരായിരുന്നില്ല, ലിനഹ്തദിയ, സ്വയം സന്മാർഗം പ്രാപിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. ഇഹ്തദ, ഇഹ്തദി, സന്മാർഗം പ്രാപിച്ചു എന്നാണ്. ഒരാൾ സ്വയം വഴി കണ്ടെത്തുന്നതിനാണ് പറയാം. ഹദ എന്ന് പറയുമ്പോൾ വഴി കാണിച്ചു കൊടുത്തു എന്നാണ്. വമാ കുന്ന ലിനഹ്തദിയ, ഞങ്ങൾ സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല, ഞങ്ങൾക്ക് സന്മാർഗം, ഹിദായത്ത് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല, ലൗല, ഇല്ലെങ്കിൽ, അൻ ഹദാന, ഞങ്ങളെ വഴി നടത്തിയിരുന്നില്ലെങ്കിൽ, അല്ലാഹു തആല ഞങ്ങളെ വഴി നടത്തിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും സന്മാർഗം പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അവര് ആ സമയത്ത് പറയാം. ലഖദ് ജാഅത്ത് റസുലു റബ്ബിന, ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കുള്ള മറ്റൊരു മറുപടിയുണ്ട്. എന്താണ്? അവർ തന്നെ പറയുന്നൊരു മറുപടിയാണ്, അവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്നത്. നമ്മുടെ നാഥന്റെ ദൂതന്മാർ സത്യവുമായിട്ട് വന്നവർ തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് ബോധ്യമാവുകയാണ് സ്വർഗലോകത്ത് എത്തുമ്പോൾ എന്താണ്? ലഖദ്, തീർച്ചയായും, ജാഅത്ത് റസുലുന, റസുലു റബ്ബിന, നമ്മുടെ ദൈവത്തിന്റെ, നാഥന്റെ ദൂതന്മാർ വന്നത് ബിൽ ഹഖ്, സത്യവുമായിട്ട് തന്നെയാണ് എന്നിപ്പോ ബോധ്യമായില്ലേ? സ്വർഗക്കാർ പരസ്പരം പറയാണ്, നമ്മൾ അന്ന് ഇത് സത്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എന്ന് അവർ പരസ്പരം പറയും. ലഖദ് ജാഅത്ത് റസുലു റബ്ബിന ബിൽ ഹഖ് വനൂദു, നാദായുനാദി, വിളംബരം ചെയ്തു, വിളിച്ചു പറഞ്ഞു. നൂദിയ, വിളിക്കപ്പെട്ടു. നൂദു, ആ സമയത്ത് അവർ വിളിക്കപ്പെടുകയാണ്, അവർക്ക് ഒരു വിളംബരം ലഭിക്കാൻ. അൻ, എന്തെന്നാൽ, തിൽക്കുമുൽ ജന്ന, എന്തെന്നാൽ ഈ സ്വർഗമുണ്ടല്ലോ, അത് നിങ്ങൾക്കുള്ള സ്വർഗം, ഊരിസ്തുമൂഹ, ഔറസയൂരിസു, അനന്തരാവകാശമെടുത്തു എന്നാണ് അർത്ഥം. അത് അവകാശപ്പെടുത്തി തന്നിരിക്കുന്നു എന്നർത്ഥം. ഊരിസ്തുമൂഹ, നിങ്ങൾക്ക് ഇത് അനന്തരമാക്കപ്പെട്ടിരിക്കുന്നു, അവകാശം നൽകി തന്നിരിക്കുന്നു. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സൽക്കർമ്മങ്ങൾക്ക് പകരമായിട്ട് ഈ സ്വർഗം ഇതാ നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മുടെ പേരിൽ സ്വർഗം എഴുതി രജിസ്റ്റർ ചെയ്ത് തരുന്നത് പോലെ, അതിലെ വാചകങ്ങൾ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. വനൂദു, അന്ന് വിളിച്ചു പറയപ്പെടും. അൻ തിൽക്കുമുൽ ജന്ന, ഈ നിങ്ങളുടെ ഈ സ്വർഗം, ഊരിസ്തുമൂഹ, അത് നിങ്ങൾക്ക് അനന്തരാവകാശമായിട്ട് നൽകപ്പെട്ടിരിക്കുകയാണ്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നിമിത്തമായിട്ട് എന്ന് പറയപ്പെടും എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു അനുഗ്രഹീതമായ സൗഭാഗ്യകരമായ സന്ദർഭത്തെ കുറിച്ചാണ് അല്ലെ. ആദ്യം പറയുന്നത് എന്താണ്? വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, അവരുടെ മനസ്സിനകത്തെ എല്ലാ പകയും വിദ്വേഷവും നാം ഊരിയെടുത്തു കളയും എന്ന് പറയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഈ ലോകത്ത് സത്യത്തിന് വേണ്ടി ജീവിച്ചവര് ചിലപ്പോൾ അസത്യവാദികളുമായി ചില സന്ദർഭങ്ങളിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, സ്വാഭാവികമാണല്ലോ. പക്ഷേ പിന്നെ നോക്കുമ്പോൾ ഈ അസത്യവാദികളും സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും. ഇസ്ലാമിക ചരിത്രത്തില് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ. ഹംസ റളിയല്ലാഹു അൻഹുവെ വധിച്ച വഹ്ഷി സ്വർഗത്തിലാണ്. ഹംസ റളിയല്ലാഹു അൻഹുവെ വധിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണങ്ങൾ നടത്തിയ അബൂ സുഫിയാന്റെ പത്നി ഹിന്ദ് സ്വർഗത്തിലാണ്. ആ ഹിന്ദിന്റെ ഭർത്താവ് അബൂ സുഫിയാൻ സ്വർഗത്തിലാണ്. ഉഹദ് രണാങ്കണത്തിൽ, ബദർ രണാങ്കണത്തിലൊക്കെ വിശ്വാസികളുമായിട്ട് ഏറ്റുമുട്ടിയവരാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലുണ്ട്, ഇപ്പുറത്ത് ഹിന്ദുണ്ട്, വഹ്ഷിയുണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ. ഇങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോ അവരുടെ മനസ്സുകളിൽ നീ എന്നെ കുത്തി മലർത്തിയ ആളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഇല്ല. എല്ലാവരും സ്വർഗത്തിന്റെ വഴിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്.
അതിനാൽ അവിടെ പകയും വിദ്വേഷവും ഇല്ലാത്ത മാനസികാവസ്ഥയാവും. വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോ നമ്മുടെ നാട്ടില് സംഘടനകൾ, പ്രസ്ഥാനങ്ങളൊക്കെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? എല്ലാവർക്കും സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. ഇവിടെ സലാം പറയുന്നില്ല, കണ്ടിട്ട് മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാര്. പക്ഷെ സ്വർഗത്തിലെത്തുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചായിരിക്കില്ലേ? പിന്നെ എന്തിനാണ് ഈ ലോകത്ത് ഇങ്ങനെ തമ്മിൽ പകയും വിദ്വേഷവും സൃഷ്ടിക്കുന്നത് എന്നാലോചിക്കണം. എന്നിട്ട് ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തൂടെ നദികൾ ഒഴുകുന്നുണ്ടാവും. ആ സമയത്ത് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ഹംദാണ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. പ്രഭാഷകന്മാര് പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ ചൊല്ലുന്ന ഹംദിൽ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുന്നവര് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവെ സ്തുതിച്ചു പോകുന്ന ഹംദാണ്. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ അള്ളാഹുവിന് സർവസ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ആ ഹിദായത്തിന്റെ മഹത്വം പറയാൻ, അള്ളാഹു ഞങ്ങളെ വഴി കാണിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. സ്വയം വഴി കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് ശുദ്ധ പ്രകൃതി ഉള്ളതാണെങ്കിൽ അതിലെത്തും. ഇപ്പൊ നമുക്ക് ഈ ഖുർആൻ ക്ലാസ്സിൽ സംബന്ധിക്കാൻ കഴിയുന്നത് ബോധപൂർവം നമ്മൾ മനസ്സ് വെച്ചത് കൊണ്ടാണ്. ഞായറാഴ്ച പലതരം തിരക്കുകളുണ്ട്, പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ ഞാൻ അതിനൊക്കെ ഒരുങ്ങുള്ളൂ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോൾ അള്ളാഹു തആല നമ്മെ സഹായിക്കുന്നുണ്ട്. അതാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി അവരവിടെ വെളിപ്പെടുത്തും. ലഖദ് ജാഅത് റസുലു റബ്ബിനാ ബിൽ ഹഖ്. നമ്മുടെ ദൈവദൂതന്മാര്, അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, അവരൊക്കെയും സത്യവുമായിട്ട് തന്നെയാണ് വന്നത്. അവരാരും നമ്മെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല. എല്ലാം ഉള്ളത് തന്നെയാണല്ലേ. സ്വർഗത്തെക്കുറിച്ച് ഖുർആനിൽ വന്ന പ്രയോഗങ്ങളൊക്കെ നോക്കൂ, എല്ലാം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നീതി പാലിച്ചിരിക്കുന്നു എന്നവർക്ക് ബോധ്യമാകും. അപ്പൊ അങ്ങനെ അവര് പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താകും? വനൂദു, അപ്പൊ ഒരു വിളംബരം, അൻ തിൽക്കുമുൽ ജന്ന, ഇതാ നിങ്ങൾക്കുള്ള സ്വർഗം, ഊരിസ്തുമുഹ, ഇതിനെ അനന്തരമെടുത്തോളൂ, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത സുകൃതങ്ങൾ നിമിത്തം. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നരകക്കാര് തമ്മിൽ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പരസ്പരം ശപിച്ചു പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ. അതേ സമയത്ത് വിശ്വാസികളോ സ്വർഗത്തിൽ പരസ്പരം നന്മകൾ പങ്കുവെച്ച് മനസ്സിലെ പകയും വിദ്വേഷവും ഒക്കെ കളഞ്ഞ് എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുന്ന സന്ദർഭമാണ്. ഒരുപാട് ആലോചിക്കാനുള്ള സൂക്തങ്ങളാണ്. അല്ലാഹുവേ, ഈ സ്വർഗത്തിന്റെ വഴിയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മുൻഗാമികൾ, അവർക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ. അവർക്ക് സംഭവിച്ച വീഴ്ചകൾ പുറത്തു കൊടുക്കണേ നാഥ. പടച്ചവനെ, നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്കും പ്രവേശിക്കാൻ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. തമ്മിൽ പഴിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യവാന്മാരായ നരകാവകാശികളുടെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. പരസ്പരം എല്ലാ വിദ്വേഷങ്ങളും വെടിഞ്ഞ് സ്നേഹത്തിലും സൗഹൃദത്തിലും സന്തോഷത്തിലും സ്വർഗത്തിൽ കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم باركنا في شعبان وبلغنا رمضان ووفقنا فيه الصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.